ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തതായിട്ട് പറയുന്ന ചോദ്യം ഇതാണ്: ദ അപ്പോസിൽസ് റോട്ട് ദ ബൈബിൾ ബിഫോർ മെനി സെഞ്ച്വറീസ്. ദ ബൈബിൾ വുഡ് ഹാവ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. ദെൻ ഹൗ ദേ സേ ജീസസ് കെയിം ടു ദ വേൾഡ്? ഹി സാക്രിഫൈസ്ഡ് ഫോർ എസ്. ഈവൻ ദോ ഐ ഹാവ് ദിസ് ഡൗട്ട്, ഐ ബിലീവ് ഇൻ ജീസസ്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നമുക്കറിയാലോ, ബൈബിൾ എഴുതപ്പെട്ടതൊക്കെ കർത്താവ് മരിച്ചിട്ട് ഏതാണ്ട് 30 വർഷം കഴിഞ്ഞിട്ടാണ്. ഏറ്റവും ആദ്യം പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് പൗലോസ്ലീഹായുടെ തെസ്സലോനിക്കക്കാർക്ക് എഴുതപ്പെട്ട ലേഖനമാണ്, ഒന്നാമത്തെ ലേഖനം. അത് AD 49 കൂടിക്കാണ് എഴുതപ്പെട്ടത്. നമുക്കറിയാം, കർത്താവ് 29-30 കാലഘട്ടത്തിലാണ്, AD 29-30 കാലഘട്ടത്തിലാണ് മരിച്ചത്. പക്ഷേ അത് ലിഖിത രൂപത്തിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രിൻ്റഡ് മെറ്റീരിയലൊന്നല്ല. ചുരുളുകളൊക്കെ എഴുതി, അങ്ങനെ കൈകൊണ്ടൊക്കെ എഴുതിക്കൊണ്ടുള്ള അത് ആദ്യം നമ്മൾ ലിഖിതമായി കാണുന്നത് പൗലോസ്ലീഹായുടെ തെസ്സലോനിക്കക്കാർക്കുള്ള ഒന്നാമത്തെ ലേഖനം മുതലാണ്. പക്ഷേ കർത്താവ് മരിച്ചതോ 29-30. അപ്പോൾ ഏതാണ്ട് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് എഴുത്തൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 20 വർഷക്കാലം എന്ന് പറയുന്നത് കർത്താവിനോട് കൂടി ജീവിച്ച പരിശുദ്ധ അമ്മ, അപ്പസ്തോലന്മാർ, അവരുടെ ശിഷ്യർ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരൊക്കെ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ച് അങ്ങനെ യഹൂദ സമൂഹങ്ങളിലും അതുപോലെ തന്നെ പലസ്തീനാക്കി പുറത്തുള്ള മറ്റ് സമൂഹങ്ങളിലൊക്കെ അപ്പോൾ ഒരു വാമൊഴികളായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ലിഖിത രൂപത്തിലൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വാമൊഴികളും പരമൊഴികളും എല്ലാം കൂടി ഒരുമിച്ചുള്ളതാണ് ലിഖിതവും അലിഖിതവുമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എഴുത്ത് പിന്നീടാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ, അല്ലെങ്കിൽ പൗലോസ്ലീഹായുടെ ഭാഷയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധരുടെ പേരിൽ സമൂഹങ്ങളുണ്ടെന്നുള്ളതാണ് കർത്താവ് ഇപ്പോഴും ലോകത്തിൽ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം. അതുകൊണ്ട് ബൈബിൾ കോപ്പിയിൽ നഷ്ടപ്പെടുന്നതല്ല, വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യാനികളുടെ സമൂഹം തന്നെയാണ് ക്രിസ്തു ഈ ലോകത്ത് വന്നു, ഇതുപോലെ പ്രബോധനങ്ങൾ നൽകി, ആ സമൂഹത്തിന് വേണ്ടി മരിച്ചു, ആ സമൂഹത്തിന് തൻ്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് ഭരമേൽപ്പിച്ചു. അങ്ങനെ അപ്പസ്തോലന്മാർ ആദ്യമായിട്ട് അതിന് നേതൃത്വം വഹിച്ചു. ഇതൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് തന്നെ ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ ഉത്ഥാനം ചെയ്തു, ദൈവപുത്രനാണ് തെളിയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അപ്പോൾ ബൈബിള് കോപ്പി ഉണ്ടെന്ന് മാത്രമുള്ളതല്ല, ലിവിങ് കമ്മ്യൂണിറ്റീസ് ഓഫ് കോൾഡ് ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന വിവിധ സമൂഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ, ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ അടയാളം. മാത്രമല്ല, നമുക്കറിയാലോ ടാസിറ്റസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള യഹൂദന്മാരായിരുന്ന ചരിത്രകാരന്മാർ പോലും പറയുന്നുണ്ടല്ലോ. ടാസിറ്റസ്, അതുപോലെ ജോസേഫൂസ്, അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ക്രിസ്തു ഒരാളിങ്ങനെ ജീവിച്ചിരുന്നു, പിലാത്തോസിൻ്റെ കാലത്ത് പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, ക്രിസ്ത്യാനികളൊക്കെ അവൻ്റെ ശിഷ്യന്മാരാണ് എന്നൊക്കെ നമ്മൾ വളരെ പൗരാണികമായിട്ട് ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ബൈബിള് നശിച്ചു പോയിട്ടുണ്ടാവില്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ബൈബിളിനും എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനങ്ങൾ വാമൊഴികളായിട്ട് സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ക്രിസ്തു ജീവിച്ചു, ഇന്നും ക്രിസ്തു ജീവിക്കുന്നു. വചനത്തിലൂടെ, വ്യക്തികളിലൂടെ, സമൂഹങ്ങളിലൂടെ, അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പേരിലുള്ള സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തു ജീവിക്കുന്നു. അങ്ങനെ ആൾ ജീവിച്ചതുകൊണ്ടാണല്ലോ ആ നാമത്തിൽ 2000 വർഷങ്ങൾക്ക് ശേഷവും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹൂ ക്രിയേറ്റഡ് ഗോഡ് ദ ഓൾമൈറ്റി. ദൈവം എന്നുള്ളത് സൃഷ്ടിക്കപ്പെടാത്തൊരു യാഥാർത്ഥ്യമാണ്, നിത്യമായ യാഥാർത്ഥ്യമാണ്. ഒരു ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ ദൈവമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദൈവം സ്വയംഭൂവാണ്, സെൽഫ് എക്സിസ്റ്റൻറ്റ്. ദൈവ സ്ഥലത്ത് നിന്ന് മറ്റൊരു വസ്തുവിൽ നിന്ന്, മറ്റൊരു വ്യക്തിയിൽ നിന്ന് വന്നതല്ല. ദൈവം സെൽഫ് എക്സിസ്റ്റിംഗ്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വയംഭൂവാണ്. ആ സ്വയംഭൂവായതുകൊണ്ടാണ്, സർവ്വവ്യാപിയും സർവശക്തനും സ്വയംഭൂവായതുകൊണ്ടാണ് ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ ദൈവമെന്ന് വിളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ദൈവത്തെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സ്വയം ഉള്ള യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ടുള്ളത് വൈ ഡു ദേ ഡോണ്ട് ഹാവ് ഓൾട്ടർ ഗേൾസ് ലൈക്ക് ദേ ഹാവ് ഓൾട്ടർ ബോയ്സ്. ഇത് പൊതുവെ ഒരു ഉയർന്നൊരു ചോദ്യമാണ്. ആൺകുട്ടികളെ കുർബാനയ്ക്ക് കൂടെ അനുവദിക്കുന്നു, പെൺകുട്ടികളെ കുർബാനയ്ക്ക് കൂടെ അനുവദിക്കുന്നില്ല. അത് എല്ലായിടത്തും ഒരുപോലെയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വെസ്റ്റിലൊക്കെ രണ്ട് കൂട്ടരെയും
ദിവസങ്ങളൊക്കെ നിശ്ചയിച്ച് അവർ കുർബാനയ്ക്ക് കൂടെ അനുവദിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ ബൈബിൾ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കാലത്തും കർത്താവ് പല ചേച്ചിമാരും അനുജത്തിമാരുമായിട്ട് സുവിശേഷ വേല ചെയ്തിരുന്നു. വളരെ ഇൻറ്റിമേറ്റായിട്ട് കർത്താവ് പെരുമാറിയിരുന്ന ചേച്ചിമാർ കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ മർത്ത, മറിയം, മഗ്ദലന മറിയം, അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള ചേച്ചിമാർ ഒക്കെ ഒരുപാട് പേര് സ്ത്രീകളുണ്ടായിരുന്നു. അവരെ കൂടുതൽ പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലേക്കൊന്നും പരിശുദ്ധ അമ്മയെ അടക്കം വിശുദ്ധ കുർബാന അർപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഏൽപ്പിച്ചിരുന്നില്ല. അതേസമയം അവർക്ക് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ കർത്താവ് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ കാര്യത്തിലും അവർ പക്ഷേ അന്നത്തെ കർത്താവ് ജീവിച്ച യഹൂദ പശ്ചാത്തലത്തിൻ്റെ പേരിലായിരിക്കാം. പക്ഷേ അത് നിഷിദ്ധമായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഭാതലത്തിലൊരു പോളിസി അതിനെപ്പറ്റി എടുത്തിട്ടില്ല. നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മറ്റിടങ്ങളിലും മറ്റ് സഭകളിലൊക്കെ ഔട്ടർ ഗേൾസിനെയും അനുവദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു പൊതു പോളിസി ഓൾട്ടർ ഗേൾസിനും കൂടി നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടില്ല. അല്ലാണ്ട് അതിൽ ദൈവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ അവർ നിഷിദ്ധമായിട്ടാണോ അവർ യോഗ്യതയില്ലാത്തവരാണോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിലുള്ളൊരു പോളിസി എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഹൗ ക്യാൻ വി ബി ലോയൽ ടു ജീസസ്? ഈശോയോട് എങ്ങനെ കൂറ് പുലർത്താം എന്നാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. കർത്താവിൽ കൂറ് പുലർത്താമെന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി, കർത്താവിൻ്റെ പ്രബോധനങ്ങൾ അനുസൃതം ജീവിക്കാനുള്ള സന്നദ്ധത. ഇതാണ് യഥാർത്ഥത്തിൽ കർത്താവിനോട് ലോയൽറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് ബി ഇൻറ്റിമേറ്റ്ലി റിലേറ്റഡ് ടു ജീസസ്. ജീസസ് ഈസ് ദ ആൻസർ ടു ഓൾ മൈ ക്വസ്റ്റ്യൻസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരവേ ഉള്ളൂ, അത് ഈശോ എന്ന വ്യക്തിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന. നമുക്കറിയാം പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ദൈവവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഹൃദയത്തിൽ പൂജിച്ചാൽ മാത്രം പോരാ, കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ വിശ്വസിച്ച് കർത്താവിലൂടെ വെളിവാക്കപ്പെട്ട എല്ലാ നിത്യസത്യങ്ങളെയും അംഗീകരിച്ച് കർത്താവിനോട് കൂടി ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക. അതാണ് ലോയലാകാൻ, കർത്താവിനോട് കൂറുള്ളവരായി തീരാനുള്ള മാർഗം എന്ന് പറയുന്നത്. അടുത്തത്, ചെറിയ പാപങ്ങൾ പോലും ഈശോയിൽ നിന്ന് നമ്മളെ അകറ്റുമോ, നമ്മളെ വേർപ്പെടുത്തുമോ എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, പാപങ്ങൾ മുഴുവനും വേർപ്പെടുത്തുന്നത് തന്നെയാണ്. അത് ലഘുപാപങ്ങളുണ്ടാകും, വീനിയൽ സിൻസ്, ശാപദോഷം അല്ലെങ്കിൽ മാരകപാപം ഉണ്ടാകാം. അതാണ് മോർട്ടൽ സിൻസ് എന്ന് പറയുന്നത്. ഏത് പാപവും ബ്രേക്കിംഗ് അപ്പ് ഓഫ് ദ റിലേഷൻഷിപ്പാണ്. നമ്മൾ എത്ര ചെറിയ പാപം ചെയ്താലും എത്ര ഗൗരവമുള്ള പാപം ചെയ്താലും നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അടുപ്പത്തിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ആകുകയാണ്, നമ്മൾ അകന്നു പോവുകയാണ്, വേർപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ചെറിയ പാപമാണെങ്കിലും എത്ര വലിയ പാപമാണെങ്കിലും നമുക്കറിയാലോ, പ്രത്യേകിച്ച് 10 പ്രമാണങ്ങൾ ലംഘനം എന്ന് പറയുന്നത് മുഴുവനും മാരകപാപമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറിയ പാപമാണെങ്കിലും എത്ര വലിയ പാപമാണെങ്കിലും നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പാപത്തെക്കുറിച്ച്. സിൻ ഈസ് ദ വയലേഷൻ ഓഫ് ദി ലോ ഓഫ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം എത്ര ചെറുതായാലും എത്ര വലുതായാലും അത് ദൈവവുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കിംഗ് ഉണ്ടാകും, സെപ്പറേഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എത്ര ചെറിയ പാപം ചെയ്താലും ചെറിയ പാപം ചെയ്യുമ്പോഴും ഈശോയിൽ നിന്ന് അകന്നു പോകുന്നു, ഈശോയിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. കാരണം പാപത്തിലേക്ക് നയിക്കുന്ന പിശാച് ഈശോയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാപം എന്ന് പറയുന്നത് ഈശോയിൽ നിന്ന് നമ്മൾ അകറ്റും. അതുകൊണ്ട് ആ രീതിയിലാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം.